വ്യാജ പീഡന പരാതിക്ക് മറുപടി നൽകി ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ. അരുൺ ആലത്തൂർ തുടരുകയാണ്. അരുൺ, കൃത്യമായ മറുപടി തന്നെയാണ് സി കൃഷ്ണകുമാർ നൽകിയത്. ഒപ്പം പാലക്കാട് ശ്രീ ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവനും നൽകിയത്. അവർ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, പ്രധാനമായിട്ടും പറഞ്ഞ ഇത്തരത്തിലാണ്. അതായത് ഈ പരാതി ഉണ്ടാവുന്നത് സി കൃഷ്ണകുമാറിന്റെ ബന്ധുവായ വ്യക്തി. ആ വ്യക്തി ആദ്യം ഒരു അന്യമതസ്ഥനായ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം അവർ വീട്ടിൽ നിന്ന് പുറത്താവുന്നു. അതിനുശേഷം അവരുടെ അച്ഛന് വയ്യാതായതോടുകൂടെ തിരികെ വീട്ടിലേക്ക് എത്തുന്നു. ആ സമയത്ത് വീട്ടിലെ അലമാരകളും മറ്റും പരിശോധിക്കുമ്പോൾ അതിലെ വില്ലിൽ സി കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുടെ പേരിലാണ് ആ സ്വത്തും മറ്റും എഴുതി വെച്ചിരിക്കുന്നതെന്ന് കാണുന്നു. അതോടുകൂടെ തന്നെ ഇവരുടെ പാലക്കാട്ടെ വീട്ടിലേക്ക് എത്തി. അതായത് എറണാകുളത്തെ വീട്ടിൽ നിന്നാണ് ഈ രേഖ ലഭിക്കുന്നത്. അതിനുശേഷം പാലക്കാട്ടെ വീട്ടിലെത്തി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും മറ്റും സൃഷ്ടിക്കുന്നു. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ആദ്യം ഫയൽ ചെയ്യുന്നു. 2013 അങ്ങനെ ഒരു പരാതി ഫയൽ ചെയ്യുന്നത്. ആ പരാതി ഫയൽ ചെയ്ത് അതിനുശേഷം ആ പരാതിക്ക് കുറച്ചുകൂടെ ബലം കിട്ടുന്നതിന് വേണ്ടിയാണ് മറ്റൊരു പരാതിയായിട്ട് 2014 ഇദ്ദേഹം ആക്രമിച്ചു, അതുപോലെ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ തരത്തിലുള്ള പരാതി നൽകുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഉള്ള ഒട്ടുമിക്ക കേസുകളിലും സിവിൽ കേസുകളിൽ ഒരു ബലം കിട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ കേസിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളത് ബോധപൂർവമായിട്ട് പല കേസുകളിലും ചെയ്യുന്ന കാര്യമാണ്. അത് കോടതിയിലേക്ക് വരുമ്പോൾ പിന്നെ യാതൊരു കാര്യവുമില്ല എന്ന് കളഞ്ഞ് തള്ളിക്കളയാറാണ് പതിവ്. ഈ വിഷയത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇങ്ങനൊരു പരാതി നൽകുന്നു. പരാതി നൽകിയതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയാണ് പറയുന്നത് നോർത്ത് പോലീസിനോട് അന്വേഷിക്കാൻ പറയുന്നു. നോർത്ത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു. നോർത്ത് പോലീസ് അന്വേഷണം നടത്തിയതിന് ശേഷം പരാതിയിൽ കഴമ്പില്ല എന്ന് കാണുന്നു. അതിനുശേഷം ഈ വിഷയം കോടതിയിലേക്ക് വരെ എത്തുന്നു. കോടതിയും വിഷയത്തിൽ കഴമ്പില്ല എന്ന് കണ്ട് കോടതി ഉത്തരവ് ഉൾപ്പെടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കോടതിയിലുള്ള ഇതിൻ്റെ വിചാരണ വേളയിൽ ഒരു സമയത്ത് പോലും ഈ പരാതിക്കാരിയായ വ്യക്തി ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല. അതായത് സി കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന വിഷയം ഒരിടത്തും അവർ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതും ഇതിലൊരു പ്രത്യേകതയാണ് എന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ അപ്പുറം ഇതിൽ കൃത്യമായ ബോധപൂർവമായ ഗൂഢാലോചനയും മറ്റുമൊക്കെ നടന്നിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന കാര്യങ്ങളാണ്. ഇതേ വ്യക്തി തന്നെ സി കൃഷ്ണകുമാർ മത്സരിക്കുന്ന സമയത്ത് സി കൃഷ്ണകുമാറിനെതിരെ കൊണ്ടുവന്ന് നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സി കൃഷ്ണകുമാറിന്റെ ഭാര്യ പാലക്കാട് നഗരസഭയിലേക്ക് കൗൺസിലറായിട്ട് മത്സരിക്കുമ്പോൾ അന്നും പാലക്കാട് പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനും ഇതിൽ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയാക്കാനും വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അതിനുശേഷം മൂന്നാമത് സി കൃഷ്ണകുമാർ വീണ്ടും പാലക്കാട് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അന്നും ഇത് ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. അതിനുശേഷം സി കൃഷ്ണകുമാർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്ന സമയത്ത് അന്നും അങ്ങനെ എപ്പോഴൊക്കെ സി കൃഷ്ണകുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പുകളിലോ മത്സരിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. പാലക്കാട്ടെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മിക്ക മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യാറില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പാലക്കാട് പ്രസ് ക്ലബ്ബിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അന്നൊന്നും ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നിലവിലേതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം ഇങ്ങനെ ഉയർന്നു വരുന്നു, അത് കൊണ്ടുപിടിച്ച് നിൽക്കുന്നു. ആ വിഷയത്തിൽ വലിയ സമരങ്ങൾ ബി.ജെ.പി. നടത്തുന്നു. കോൺഗ്രസ് നാണം കെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇതിനെ വിവാദമാക്കാനുള്ള ശ്രമം നടത്തിയത്. ഇത് ആദ്യം ചെയ്തത് മീഡിയ വൺ എന്ന ചാനലാണെന്നുള്ളതാണ് സി കൃഷ്ണകുമാർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചാനലിനെതിരെ ഉൾപ്പെടെ ഡിഫമേഷൻ കേസുമായി മുന്നോട്ട് പോകും എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.